അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുൽ മുത്തലിബ് തന്റെ കൊച്ചുമകനെ കഅബയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു. 7-ാം ദിവസം പേരിടൽ ചടങ്ങിനായി ഖുറൈശി ഗോത്രത്തിലെ പ്രമുഖരെ അദ്ദേഹം ക്ഷണിച്ചു. അറബികളുടെ പതിവനുസരിച്ച് കുഞ്ഞിന് അവരുടെ ദൈവങ്ങളുടെയോ പൂർവികരുടെയോ പേരുകളാണ് സാധാരണയായി നൽകിയിരുന്നത്. എന്നാൽ അബ്ദുൽ മുത്തലിബ് തന്റെ പേരക്കുട്ടിക്ക് ആരും കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ പേര് നൽകാൻ തീരുമാനിച്ചു. ആ വേളയിൽ അദ്ദേഹം മുഹമ്മദ് എന്ന് പേരിട്ടു. ഈ പേര് കേട്ടപ്പോൾ സദസ്സിലുള്ളവർ അത്ഭുതപ്പെട്ടു. മുഹമ്മദ് എന്ന പേര് അവർക്ക് പരിചിതമായിരുന്നില്ല. അബ്ദുൽ മുത്തലിബേ, താങ്കളുടെ കുടുംബത്തിലോ ഗോത്രത്തിലോ ആരും ഉപയോഗിക്കാത്ത ഈ പേര് താങ്കൾ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്? അവർ അത്ഭുതത്തോടെ ചോദിച്ചു. ഈ ചോദ്യത്തിന് അബ്ദുൽ മുത്തലിബ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: എന്റെ ഈ മകനെ ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും വാഴ്ത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വാഴ്ത്തപ്പെട്ടവൻ, പുകഴ്ത്തപ്പെട്ടവൻ എന്നെല്ലാമാണ് മുഹമ്മദ് എന്ന പേരിനർത്ഥം. അബ്ദുൽ മുത്തലിബിന്റെ മറുപടി കേട്ടപ്പോൾ ആളുകൾക്ക് അത്ഭുതം തോന്നി. കാരണം അറേബ്യൻ ജനതയുടെ വിശ്വാസങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു തീരുമാനമായിരുന്നു അത്. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം അന്നു മുതൽക്കേ അബ്ദുൽ മുത്തലിബിന്റെ വാക്കുകളിലൂടെ വെളിവാക്കപ്പെട്ടു. പണ്ഡിതന്മാരുടെ അന്വേഷണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനസമയത്ത് ആകാശത്തിൽ കണ്ട ഈ അത്ഭുതങ്ങൾ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് അറിവുള്ള പണ്ഡിതന്മാർക്ക് വലിയ സൂചന നൽകി. ഇവരിൽ ഭൂരിഭാഗവും ജൂതന്മാരും ക്രിസ്ത്യാനികളുമായിരുന്നു. പഴയ വേദഗ്രന്ഥങ്ങളായ തൗറാത്തിലും ഇഞ്ചീലിലും ബൈബിളിൽ ഒരു പ്രവാചകൻ വരാനിരിക്കുന്നതിനെക്കുറിച്ച് പ്രവചനങ്ങളുണ്ടായിരുന്നു. ഈ പ്രവാചകന്റെ വരവിന്റെ അടയാളങ്ങൾ ആകാശത്തും ഭൂമിയിലുമായി കാണുമെന്നും അതിൽ രേഖപ്പെടുത്തിയിരുന്നു. നക്ഷത്രങ്ങളുടെ സ്ഥാനചലനങ്ങൾ, പ്രത്യേക പ്രകാശം, വിഗ്രഹങ്ങൾ തകരുന്നത് തുടങ്ങിയ അടയാളങ്ങളെക്കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ അവർ തങ്ങളുടെ വേദഗ്രന്ഥങ്ങളിലെ പ്രവചനങ്ങൾ ഓർക്കുകയും തങ്ങൾ കാത്തിരുന്ന ആ പ്രവാചകൻ ലോകത്ത് ജനിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതോടെ ആ പ്രവാചകനെ കണ്ടെത്തി അദ്ദേഹത്തെ അംഗീകരിക്കാനും അദ്ദേഹത്തിന്റെ അനുയായികളാകാനും അവർ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അവർ ഓരോ വീട്ടിലും കയറിയിറങ്ങി ഇന്നതുപോലെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചത്. അവർക്ക് ആ കുഞ്ഞിനെ നേരിൽ കാണുകയും വേദഗ്രന്ഥങ്ങളിലെ അടയാളങ്ങൾ അദ്ദേഹത്തിനുണ്ടോയെന്ന് പരിശോധിക്കുകയും വേണമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകിൽ കണ്ട പ്രവാചകത്വത്തിന്റെ അടയാളം പലരും ഇത്തരത്തിൽ കണ്ടെത്തിയതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറേബ്യൻ സമൂഹവും ജ്യോത്സ്യന്മാരും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിനു മുമ്പ് അറേബ്യൻ സമൂഹത്തിൽ ജ്യോത്സ്യം, സൂത്രവിദ്യ, മാരണം, ഭാവി പ്രവചിക്കൽ എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ജനങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയും ഭാവി അറിയാനും ജ്യോത്സ്യന്മാരെയും പുരോഹിതന്മാരെയും സമീപിച്ചിരുന്നു. ഈ ജ്യോത്സ്യന്മാർക്ക് ആകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വളരെ കൃത്യമായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾ അവരെ അമാനുഷിക ശക്തികളുള്ളവരായി വിശ്വസിച്ചു. ജിന്നുകളും ജ്യോത്സ്യന്മാരും. ജിന്നുകളും പിശാചുക്കളുമായിരുന്നു ഇതിന് പിന്നിലെ പ്രധാന ശക്തി. ആകാശത്ത് മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ രഹസ്യമായി ചോർത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഒരു ചെവിയിൽ നിന്ന് അടുത്ത ചെവിയിലേക്ക് ആ വിവരം വേഗത്തിൽ കൈമാറി അവസാനം അവർ അത് ഭൂമിയിലുള്ള ജ്യോത്സ്യന്മാരുടെയും മാരണക്കാരുടെയും ചെവിയിൽ മന്ത്രിച്ചു. അതിലൂടെ ഭാവി പ്രവചിക്കുന്നവരും രോഗശാന്തി നൽകുന്നവരും ദൈവങ്ങളെപ്പോലെ ആരാധിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ വിവരങ്ങൾ എപ്പോഴും പൂർണ്ണമായിരുന്നില്ല. ഒരു സത്യത്തിനോടൊപ്പം 100 കളവുകളും അവർ കൂട്ടിപ്പറയും. എന്നിരുന്നാലും ഒരു കാര്യം ശരിയാകുമ്പോൾ ജനങ്ങൾ മറ്റുള്ള കളവുകളെല്ലാം മറന്ന് ജ്യോത്സ്യന്മാരെ കണ്ണടച്ച് വിശ്വസിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടെ സംഭവിച്ച മാറ്റം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തോടെ ഈ അവസ്ഥയ്ക്ക് വലിയ മാറ്റം വന്നു. പിശാചുക്കൾക്ക് ആകാശവാർത്തകൾ ശ്രവിക്കാനുള്ള അവസരം എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ആകാശത്ത് ശക്തമായ കാവലുകൾ ഏർപ്പെടുത്തി. ഇനി ആരെങ്കിലും ആകാശത്തേക്ക് ഒളിഞ്ഞുകയറാൻ ശ്രമിച്ചാൽ അവർക്ക് നേരെ തീഗോളങ്ങൾ എറിയപ്പെടും. ഈ സംഭവം ആ കാലഘട്ടത്തിലെ ജ്യോത്സ്യന്മാർക്കും പുരോഹിതന്മാർക്കും വലിയ തിരിച്ചടിയായി. കാരണം അവർക്ക് ആകാശവാർത്തകൾ കിട്ടാതെയായി. അവരുടെ പ്രവചനങ്ങൾ തെറ്റിത്തുടങ്ങി. തങ്ങളുടെ ശക്തി നഷ്ടപ്പെട്ടപ്പോൾ ജനം അവരെ സംശയത്തോടെ നോക്കി. ഈ മാറ്റം വലിയൊരു അടയാളമായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അന്ത്യം കുറിച്ചു. സത്യമെന്താണെന്നും അസത്യമെന്താണെന്നും ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു. പ്രിയ പ്രേക്ഷകരെ, ഇമ്പം കുറിക്കുന്ന ഈ ചരിത്രകഥ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗത്തിൽ നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർച്ചയെക്കുറിച്ചും പ്രവാചകത്വത്തെക്കുറിച്ചും വിശദമായി അറിയാം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ മഹദിയ ഖത്തൂൺ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ അടുത്ത എപ്പിസോഡിൽ ഈ അത്ഭുത ചരിത്രം തുടരുന്നു. അടുത്ത ഭാഗം ഉടൻ വരുന്നതാണ്.